ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കാൻറ്റർബറി ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ലണ്ടനിൽ നിന്ന് എന്തായാലും അധികം ദൂരവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൻറ്റർബറി വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ എടുത്തത്. ലണ്ടൻ വിക്ടോറിയയിൽ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂറായിരുന്നു കാൻറ്റർബറി ഈസ്റ്റിലേക്ക് ഉണ്ടായിരുന്ന ഒരു ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ ട്രെയിനൊക്കെ കയറി അധികം താമസിക്കാതെ തന്നെ നമ്മൾ കാൻറ്റർബറിയിൽ എത്തി കേട്ടോ. സ്റ്റേഷൻ ഓപ്പോസിറ്റ് തന്നെ നമ്മളൊരു റോഡ് ക്രോസ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഓൾഡ് ടൗണിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾഡ് വീവർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണ്. AD 1500 ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അതിപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ വിചാരിച്ചു വന്നൊരു സംഭവം, റിവർ പണ്ടിങ് അല്ലെങ്കിൽ റിവർ ടൂർസ് നടത്താനുള്ള ഒരു ഏരിയ. അവിടെ നിന്നായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും അതിന്റെ സമയം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് അത് ബുക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ കാൻറ്റർബറി കത്തീഡ്രൽ കാണാനായിട്ട് നടന്നു കേട്ടോ. കാൻറ്റർബറി കത്തീഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1400 വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. സാധാരണ ചാർജബിൾ ആണ്, പക്ഷേ സർവീസ് ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഫ്രീ ആണ് കേട്ടോ. അതിന് നമ്മൾ കാൻറ്റർബറി കത്തീഡ്രൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർച്ച് ബിഷപ്പ് തോമസ് ബെക്കറ്റിനെ കിങ് ഹെൻറി രണ്ടാമൻ 1770 മർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതാ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നടന്ന് വരുന്ന വഴിക്ക് നമ്മളൊരു പബ്ബിലൊക്കെ കയറി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് നമ്മുടെ റിവർ ടൂർസ് അല്ലെങ്കിൽ റിവർ പണ്ടിങ്ങിനുള്ള സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി നമ്മൾ റിവർ നമ്മുടെ ആ ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്തു. 3/4 മണിക്കൂറാണ് സമയം. നമ്മൾ സാധാരണ 16-17 പൗണ്ടാണ് അഡൽട്ടിന് ചാർജ് ആയിട്ട് വരിക. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ NHS കാർഡ് അല്ലെങ്കിൽ NHS വർക്ക് ചെയ്യണവരാണ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് കാർഡൊക്കെ ഉള്ളവരാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. എന്താണെങ്കിൽ നല്ല അടിപൊളി ടൂറായിരുന്നു. 3/4 മണിക്കൂറാണ് സമയം. ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു വന്നുകൊണ്ട് ഹിസ്റ്ററിയൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റി കേട്ടോ. എന്താണെങ്കിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ടൂറൊക്കെ നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ വെസ്റ്റ് ഗേറ്റ് ഗാർഡൻസ്, നമ്മൾ മനോഹരമായിട്ടുള്ള ഗാർഡൻസ് ആണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ തിരിച്ചു ലണ്ടനിലേക്ക് പോകുന്നു കേട്ടോ.